ഹായ് നമസ്തേ ബഡ്ജീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മംഗലാപുരം ട്രിപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത് നേരെ മുരുടേശ്വറിലേക്കാണ്. മുരുടേശ്വർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര കാനഡയിലാണ്. ഇപ്പോൾ കേരളം നമുക്ക് ഉത്തര മലബാർ എന്നോ അല്ലെങ്കിൽ തെക്ക് കേരളം വടക്കേ കേരളം എന്ന് പറയുന്ന പോലെ തന്നെ കർണാടകയും സൗത്ത് കാനറ ആൻഡ് നോർത്ത് കാനറ എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ നോർത്ത് കാനറയിലുള്ള ഒരു സ്ഥലമാണ് മുരുടേശ്വർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്, അതായത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ട്രെയിനുകളുണ്ട്. അഥവാ ട്രെയിൻ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ധാരാളം ബസ്സുകളുണ്ട്. ഇനി മംഗലാപുരത്ത് നിന്നും നേരെ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം ട്രെയിനുകളും അവൈലബിൾ ആണ്. പക്ഷേ ഒരുപാട് ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മംഗലാപുരത്ത് ഇറങ്ങി അവിടെ നിന്നും ബസ്സിന് വരാം. കുറച്ചുകൂടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി പിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഈ മംഗലാപുരത്ത് നിന്നും മുരുടേശ്വർ വരെ വരുമ്പോൾ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. പ്രത്യേകിച്ച് ഉടുപ്പി വഴിയിട്ടാണ്, ഉടുപ്പി ബൈണ്ടൂർ വഴിയൊക്കെയാണ് നമ്മൾ ഈ മുരുടേശ്വർ എത്തിച്ചേരുന്നത്. അപ്പോൾ ഏകദേശം മംഗലാപുരത്ത് നിന്നും 153 കിലോമീറ്ററാണ്. ഇത് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 3 മണിക്കൂർ ടു 4 മണിക്കൂർ വരെ ആവശ്യമുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരമാകുന്ന സമയത്ത് ഇവിടെ എത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. കാരണം കണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെ ബീച്ചാണ്, തുറസായ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് രാവിലെ 11 മണി തൊട്ട് വൈകിട്ട് 3 മണി വരെയുള്ള വെയിലുകൾ നിങ്ങൾ കൊള്ളരുത് എന്നുള്ളത്. അപ്പോൾ ഏകദേശം 4 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഇവിടെ എത്തുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വൈബായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എന്നെ പരിചയമുള്ളവർക്കറിയാം, എൻ്റെ വീടിൻ്റെ പുറകിൽ അടിപൊളി അറേബ്യൻ സീ ആണ്. പക്ഷേ അത് കണ്ട് മതിയാവാത്ത നമ്മുടെ കുട്ടികൾ ഇവിടെ ചെന്നപ്പോൾ അമ്പലത്തിൽ തൊഴേണ്ട, നേരെ ബീച്ചിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ നല്ല അടിപൊളി ഒരു ടവറുണ്ട് അവിടെ കേട്ടോ, ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശന ഫീസുണ്ട്. അമ്പലത്തിൽ പ്രവേശന ഫീസൊന്നുമില്ല. 2 ലിഫ്റ്റാണ് അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ളത്. ആ 2 ലിഫ്റ്റിൽ മുതിർന്നവർക്ക് 30 രൂപയും കൊച്ചുകുട്ടികൾക്ക് 10 രൂപയുമാണ്. അപ്പോൾ ആ ടവറിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മുമ്പിൽ നമ്മുടെ മുരുടേശ്വർ പട്ടണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പിറകിലായിട്ട് ക്ഷേത്രവും അതിനോട് ചേർന്ന് തന്നെ മുരുടേശ്വര ശില്പവും കാണാം. ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ മുരുടേശ്വർ സ്റ്റേഷൻ എത്തിയോന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ നമുക്ക് സ്റ്റേഷനിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ല അറേബ്യൻ സീ ആണ്, നല്ലൊരു വ്യൂ ആണ്. വ്യൂ എന്ന് മാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ സൗണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഒറിജിനൽ സൗണ്ടാണെങ്കിൽ നമുക്കൊന്നും കേൾക്കാനോ പറയുവാനായിട്ട് പറ്റില്ല. നല്ല കാറ്റാണ്. ഏകദേശം ഒരു 60-70 കിലോമീറ്റർ വേഗതയിലായിരിക്കും ആ കാറ്റ് വീശുന്നത്. നല്ല അടിപൊളി കാറ്റാണ്. അല്പം ഉപ്പ് രസവും കൂടെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നാൽ കണ്ടില്ലേ, നമ്മുടെ പരവതാനി പോലെ, നീല പരവതാനി വിരിച്ച പോലെ നമ്മുടെ അറേബ്യൻ സീ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. എനിക്കൊന്ന് അവിടെയും ചാകരയാണോ അതോ ഇപ്പോൾ വലിയ തിരമാലകൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. വളരെ ശാന്ത സ്വഭാവമായിട്ടാണ് നമ്മുടെ അറേബ്യൻ സീ അവിടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനി ക്ഷേത്രത്തിലേക്ക് പോകാം. താഴെ ഇറങ്ങാനായിട്ട് പറഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഒരു വശത്തിലും അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് മുമ്പിൽ തന്നെ അല്ലെങ്കിൽ മുകളിൽ തന്നെ നിന്നാൽ മതി. കാരണം ആ വ്യൂവിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ കാറ്റ് തന്നെയാണ്. നല്ലൊരു കാറ്റ്. കാരണം ഈ സമയത്താണ് ഞങ്ങൾ എത്തുന്നതെങ്കിലും അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീച്ചിൽ പോകാം എന്നവർക്ക് വാക്ക് കൊടുത്തുകൊണ്ട് അവർ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. മുരുടേശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തന്നെ മഹാദേവനാണ്, ശിവനാണ്. എനിക്ക് തോന്നുന്നു കർണാടകയിലും ഈവൻ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ശിവക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ എൻട്രി ഫീസോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ടവറിൽ നമ്മൾ 30-40 രൂപ കൊടുക്കണം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് എത്തി.
ഭൂനിരപ്പിൽ നിന്നും കുറച്ച് ഉയരത്തിലായിട്ടാണ് ക്ഷേത്രം പണിത് വെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നമുക്ക് മൊബൈലോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. പക്ഷേ കുറേയധികം ആളുകൾ, ഇതിനു മുമ്പുള്ള വീഡിയോയിലും ഞാൻ സൂചിപ്പിച്ചു, കുറേയധികം ആളുകൾ അകത്ത് കയറി സെൽഫിയും വീഡിയോയുമൊക്കെ പകർത്താൻ ശ്രമിച്ചു. നമ്മളവിടെ ഒരു നിയമം എഴുതി വെച്ചതുകൊണ്ട് ഞാനത് പകർത്തിയിട്ടില്ല. ശിവനെ കാണാൻ നിങ്ങൾ നേരിട്ട് പോവുക തന്നെ വേണം. അങ്ങനെ ഭഗവാനെയും തൊഴുത് ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോഴേക്കും കുട്ടികൾക്ക് ഒരൊറ്റ ആഗ്രഹം, ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം. അങ്ങനെ അവർക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. സാധാരണ നമ്മുടെ ബീച്ചുകൾ പോലെ തന്നെയാണ് ആ ബീച്ചും. പക്ഷേ നല്ല വൃത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റ് അവിടെ വരുന്നുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ട് അവിടെ അത് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തിരമാലകൾ വളരെ ശാന്തമാണ്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കടലമ്മ കള്ളി എന്നെഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കാനായിട്ട് കടൽ ശ്രമിക്കും. അപ്പോൾ അവരുടെ അടുത്ത് തിരമാല വരും അല്ലെങ്കിൽ വരുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവരവിടെ അങ്ങനെ കടലമ്മ കള്ളി എന്നെഴുതി. എനിക്ക് അതിനേക്കാൾ ഒരു അത്ഭുതം, അവൻ അക്ഷരം തെറ്റിക്കാതെ കടലമ്മ കള്ളി എന്നെഴുതി എന്നുള്ളതാണ്. എന്തായാലും സ്കൂളിൽ പോകുന്നതിൻ്റെ ഫലം കണ്ടു എന്നുള്ളത് കണ്ട് എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ തിരമാലകൾ വളരെ ശക്തി കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ഉറപ്പായിട്ടും അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയാസങ്ങളൊന്നുമില്ല. നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോഴാണ് ആ ഗോപുരത്തിൻ്റെ യഥാർത്ഥ ഭംഗി കണ്ടോ. നേരത്തെ ഉണ്ടായിരുന്ന ഗോപുരമല്ല ഇപ്പോൾ. അതുമാത്രമല്ല, അതിൻ്റെ പ്രത്യേകത ഓരോ മിനിറ്റിലും അതിൻ്റെ കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തും കളർ മാറുമ്പോൾ അത് കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ മംഗലാപുരത്ത് പോകുന്നവർ അല്ലെങ്കിൽ കർണാടകയിൽ ട്രിപ്പ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും കാണേണ്ട മറ്റൊരു സ്ഥലമാണ് മുരുഡേശ്വർ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല. നാളെ മൂകാംബികയിലേക്കാണ്. മൂകാംബികയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം.